സുലേഖ ചേച്ചിന്റെ വീട് എവിടാ? അത് ഞാനല്ലേ. അങ്ങനെ ഓടിച്ചെന്ന് അഭിനയിച്ച സീനാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത്. ഭയങ്കര സന്തോഷമാണ്. സാധാരണക്കാരിൽ സാധാരണക്കാരായ ഒരു വ്യക്തിയെ അങ്ങനെ ചേർത്ത് പിടിക്കാന്ന് പറഞ്ഞാൽ അതൊരു വലിയ മനസ്സാണ്. പറയുമ്പോഴും എനിക്ക് കണ്ണു നിറയും. അന്നേരം എനിക്ക് സങ്കടമായിരുന്നു. ഞാൻ അങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കുമ്പിട്ടിരിക്കുക. ഓട്ടോ ഓടിക്കുന്ന സുലേഖ ചേച്ചി എങ്ങനെയാ അപ്പൊ സിനിമയിലേക്ക് എത്തി? എനിക്ക് അഭിനയിക്കാൻ നന്നായി ഇഷ്ടമായിരുന്നു. അപ്പം നമ്മുടെ ജീവിത സാഹചര്യമൊക്കെ അതിന് പറ്റണൊരിതല്ലായിരുന്നല്ലോ. അപ്പം അന്നേരം ആ ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ ഇങ്ങനെ ഒതുക്കി വെച്ചേക്കുമായിരുന്നു. കുട്ടികൾ വലുതായി കഴിഞ്ഞപ്പോൾ ഇനി അമ്മയുടെ ഇഷ്ടത്തിന് എൻജോയ് ചെയ്ത് ജീവിച്ചോ എന്നുള്ള ഇത് കിട്ടിയ കാരണം കുടുംബത്തിൽ സപ്പോർട്ട് ഉണ്ടായി അന്ന്. അപ്പം പിന്നെ നമ്മൾ ഒരു നാടകമൊക്കെ ചെയ്യാം. മെച്ചർ നാടകമാണ്, പ്രൊഫഷണലല്ല. അപ്പം അങ്ങനെ അവിടെ റിഹേഴ്സലിന് പോയപ്പോൾ അവിടെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോണ രണ്ടുപേരുണ്ടായിരുന്നു. സിബി, പിന്നെ ഡാനി എന്ന് പറയുന്ന സാബു, ഡാൻഡി എന്ന് പറയുന്ന സാബു. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു, ചേച്ചി ഇങ്ങനെ ഡയലോഗ് പറയുന്ന സീനുണ്ടെങ്കിൽ ചേച്ചി പോകുമോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പിന്നെന്താ, സിനിമ നമ്മുടെ വലിയ സ്വപ്നമല്ലേ, നമ്മളത് നമുക്ക് അപ്രാപ്യമെന്ന് തോന്നിയോണ്ട് നമ്മളത് മനസ്സിൽ മൂടി വെച്ചതാണ്. അപ്പം ഇങ്ങനെ ചെറിയ വീട്ടമ്മമാരെയൊക്കെ കൂട്ടി ഞങ്ങളിങ്ങനെ നാട്ടുകാരെയൊക്കെ കൂട്ടി നാടകം ചെയ്യും. അപ്പം അതാണ് നമ്മുടെ സ്വപ്നം. നാടകം ഭയങ്കര ഇഷ്ടമാണ്, ചെറുപ്പം തൊട്ടേ ഇഷ്ടമാണ്. അപ്പം അഭിനയിക്കുന്ന മോഹം കുഞ്ഞു പ്രായത്തിൽ തൊട്ട് ഉള്ളിലുള്ളതാണ്. അപ്പം അങ്ങനെ പറഞ്ഞാൽ അവരൊരു ദിവസം വിളിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഒരു ഓട്ടം പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് വിളിക്കുന്നത്. പെട്ടെന്ന് തന്നെ ചോറ്റാനിക്കര എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്താണല്ലോ. അപ്പം ആ ചോറ്റാനിക്കര അടുത്താണ്. അപ്പോൾ ഒരു ചെറിയ സീനുണ്ട്. അപ്പോൾ ഡയലോഗ് പറയണതാണ്, പെട്ടെന്ന് ആ പഴയ സാരിയൊക്കെ എടുത്തിട്ട് വാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇതൊക്കെ വണ്ടിയിലെടുത്ത് വെച്ചിട്ട് ആ ഓട്ടം ഒഴിവാക്കിക്കൊണ്ട് പെട്ടെന്ന് ചെല്ലുകയാണ്. അങ്ങനെ ഓടിച്ചെന്ന് അഭിനയിച്ച സീനാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത്. പ്രശ്നമല്ല, ഇത് വലിയൊരു കാര്യമാണ്. കാരണം എന്താ ആലോചിച്ചു, കാരണം ഒരുപാട് ആൾക്കാർക്ക് ഇതേപോലെ പറ്റുന്നുണ്ട്. പക്ഷേ ഇപ്പൊ സുലേഖ ചേച്ചിന് എത്ര ആൾക്കാരെ അറിയുന്നത്? എന്തെങ്കിലും അടുത്ത ആസിഫിന്റെ കൂടെ അടുത്തൊരു സിനിമയ്ക്കും ഇപ്പൊ വിളിച്ചില്ലേ? അതൊക്കെ വലിയൊരു കാര്യമായിട്ട്. തീർച്ചയായും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ പണ്ട് തൊട്ടേ സിനിമയോട് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞില്ലേ? ഞങ്ങൾ എപ്പോഴും പോവാറുണ്ട് സിനിമയ്ക്ക്. ആണോ? മക്കള് വലുതായി തന്നെയാണ് അതൊക്കെ. ഇതൊക്കെ ഇപ്പൊ നടന്നല്ലേ? ഓക്കെ. ഇപ്പം നാടകത്തിലൊക്കെ അഭിനയിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ? അതിപ്പം എപ്പോഴായിരുന്നു ചേച്ചി ഈ ഒരു ഓട്ടോ തുടങ്ങി? അതെ, ഓട്ടോ ഓടിച്ചൊക്കെ കഴിഞ്ഞാണ്. ഓട്ടോ ഓടിച്ചൊക്കെ കഴിഞ്ഞ് ഒരുവിധം ഒരു വീടിന്റെ ഇതൊക്കെ ആയി കഴിഞ്ഞാണ് നമുക്കിങ്ങനെ അഭിനയിക്കണം. അപ്പൊ അതിനു വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വീട്ടമ്മമാരൊക്കെ കൂടി, അപ്പൊ ഇവിടെയുള്ളവരെയൊക്കെ വെച്ചപ്പോ ഇവിടുത്തെ പണി ഇതാണ്, ഈ കക്കപ്പണി, പകല് ഉറങ്ങണം. അപ്പൊ ഇവിടെയുള്ള എല്ലാരെയും കൂട്ടി ഞങ്ങൾ ഒരു ദിവസം തിലകം പൂത്തോട്ടെ എന്ന് പറയുന്ന അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് ഒരു നാടകമൊക്കെ, കുടുംബശ്രീയുടെ ഇതിൽ ഒരു നാടകമൊക്കെ എടുത്ത് മീറ്റിംഗ് കൂടി എല്ലാവരും കൂടി വെച്ചപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ടാണ്. ഈ പണിയായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയൊന്നും പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. എനിക്കും അങ്ങനെ ആയിരുന്നു നേരത്തെ. ഇപ്പം കുഴപ്പമില്ല. അങ്ങനെ ഇരുന്നപ്പം അന്ന് തെക്കും ഭാഗത്ത് ഞങ്ങൾ ഡാൻസ് ചെയ്യണ ഒരു ഗ്രൂപ്പുണ്ട്. അപ്പൊ ഞങ്ങൾ വെറുതെ നളന്ത വനിതാ കലാവേദി എന്ന് പറഞ്ഞിട്ട് ഡാൻസ് ഒക്കെ ചെയ്യും. അങ്ങനെ അവരോട് ചോദിച്ചപ്പം അവര് തയ്യാറാന്ന് പറഞ്ഞു. അങ്ങനെ അവര് കൂടി ഒരു നാടകം ഞങ്ങള് പുള്ളീനെ കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഒരു നാടകം എഴുതി ഉണ്ടാക്കിച്ചു. അപ്പൊ ഞാൻ അതിന് നിരന്തരം ബുദ്ധിമുട്ടി. അപ്പൊ അങ്ങനെ അത് തൃപ്പൂണിത്തുറ അത്താഘോഷ നഗർ എന്ന് പറഞ്ഞ വലിയ സ്റ്റേജാണ്. അവിടുത്തെ സ്റ്റേജിൽ അത് അരങ്ങേറി. അത് പത്രത്തിൽ വലിയ വാർത്തയൊക്കെ ആയിരുന്നു. അടുക്കളയിൽ നിന്ന് സുലേഖയും കൂട്ടുകാരും അരങ്ങിലെത്തി എന്ന് പറഞ്ഞു. അതിന്റെ ഫേസ്ബുക്ക് പേജിലുണ്ട്. അപ്പൊ അതിങ്ങനെ വലിയ വാർത്തയായിരുന്നു. അങ്ങനെ തന്നെ വാർത്ത വന്നു. അപ്പൊ അത് ഭയങ്കര ആദ്യമായിട്ട് പെണ്ണുങ്ങൾ സ്റ്റേജിൽ കയറി ഇവിടെ അങ്ങനെ ആരും ചെയ്യാറില്ലല്ലോ. പെണ്ണുങ്ങൾ മാത്രം. ആ നാടകം ഇപ്പം ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അത് അങ്ങനെ പിന്നെ അപ്പം നമുക്ക് ആണുങ്ങളുടെ കൂടെ അഭിനയിച്ച എന്താ എല്ലാവർക്കും ഒരു മടിയൊക്കെ അല്ലേ. അങ്ങനെ ഞാൻ പറഞ്ഞു ഇല്ല, ഒരു കുഴപ്പമില്ല, നമ്മുടെ സഹോദരന്മാരല്ലേ, നമ്മുടെ അടുത്തുള്ളവരല്ലേ, അവരുടെ കൂടെ അഭിനയിക്കണത് എന്താ. അങ്ങനെ ഇഷ്ടമുള്ളവർ മാത്രം അതിലേക്ക് വന്നു. ചിലർക്ക് വീട്ടിൽ നിന്ന് വിടില്ലല്ലോ, ഇപ്പോഴും അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടല്ലോ, വീട്ടിൽ നിന്ന് വിടായികയും. നമുക്ക് അങ്ങനെയില്ല. ഇദ്ദേഹം നല്ല സപ്പോർട്ടുണ്ട്. എൻ്റെ ഭർത്താവാണ്. ഇതാണ് നമ്മുടെ ചേച്ചിയുടെ ഭർത്താവാണ്. ചേട്ടാ എന്താ ചേട്ടന്റെ പേരെന്തായിരുന്നു? ശിവദാസൻ. ശിവദാസൻ. ചേച്ചി ഇങ്ങനെ ഒരു സിനിമയിൽ അവസരം കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തായിരുന്നു ചേട്ടന്റെ ഒരു എക്സ്പീരിയൻസ്? നല്ല ഒരു ഇതാണ് ഏട്ടാ തോന്നിയത്.
ഭയങ്കര സന്തോഷമായി. പറ. ആസിഫ് അലിയൊക്കെ വന്ന് കെട്ടിപ്പിടിക്കുകയും അടുത്ത സിനിമയിൽ എന്തായാലും ചേച്ചിക്ക് ഒരു അവസരം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് പറഞ്ഞത്. അപ്പൊ ചേച്ചി ഇപ്പൊ എന്തായാലും ഭയങ്കര വൈറലാണ്. അപ്പൊ ഇനിയിപ്പോ അടുത്ത വലിയൊരു താരമാകാൻ പോവാണ്. അപ്പൊ എന്താ ചേട്ടന് പറയാനുള്ളത്? നല്ല കാര്യം. സന്തോഷം. സന്തോഷം എന്നല്ലാണ്ട് ചേട്ടനപ്പൊ ഒന്നും പറയാനില്ല. ചേച്ചി ഇപ്പോ അടുത്ത സിനിമയിലേക്ക് വിളി വരുമ്പോ എന്തൊക്കെയായിരുന്നു ചേച്ചീന്റെ ഒരു ഡ്രീമും അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ? ഡ്രീം ഒരുപാടുണ്ടല്ലോ. അത് നമ്മുടെ എല്ലാ സ്വപ്നവും നടക്കണമെന്നില്ലല്ലോ. എന്നാലും നമുക്ക് അവസരം എന്തായാലും തരും. അവരുടെ ഇപ്പം അമ്മ പറഞ്ഞ എൻ്റെ സീൻ ഇടുമെന്ന് പറഞ്ഞ് അത് വാക്ക് പാലിച്ച്. അപ്പം എന്തായാലും എനിക്ക് ഇനി അഭിനയിക്കാനുള്ള ഇതും തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പം അത് എന്താ കിട്ടും. ഇതുപോലെയൊക്കെ ഇപ്പം എന്താ പറയുക, ഇതുപോലൊരു സീനൊക്കെ ഡിലീറ്റ് ചെയ്ത സീനൊക്കെ വീണ്ടും യൂട്യൂബിലൊക്കെ പബ്ലിഷ് ചെയ്യുന്നൊക്കെ എനിക്ക് തോന്നുന്നത് അപൂർവമാണ്, ആദ്യമായിട്ടാണ് എന്നൊക്കെ പറയാം. അതിന്റെ താഴെ വരുന്ന കമന്റ്സ് ഒക്കെ ചേച്ചിയുടെ അഭിനയം നന്നായിട്ടുണ്ട്, വളരെ ചെറിയ ഭാഗമാണെങ്കിലും അത് ചേച്ചിക്കും ചേച്ചിയുടെ ഫാമിലിക്കും ഒക്കെ തരുന്ന സന്തോഷം ഒരുപാടാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ആ കമന്റ്സ് ഒക്കെ വരുന്നുണ്ട്. ഒരുപാട് സന്തോഷമാണ്. ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അന്നുണ്ടായ ആ വിഷമം എന്ന് പറഞ്ഞാൽ അതും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതായത് നമ്മൾ ഒത്തിരി പേരെ കൂട്ടി അവിടെ ചെന്നിരുന്ന് നമ്മുടെ ഒരു അവസ്ഥ മനസ്സിലാകുമല്ലോ. എല്ലാവരോടും പറഞ്ഞു. ഇപ്പം നാട്ടുംപുറല്ലേ, അപ്പം എല്ലാവർക്കും അതൊരു പുതിയ ഇതായിരുന്നു. സിനിമയിൽ അഭിനയിച്ചു. അപ്പം ചെറിയ സീനെന്നും ഞാൻ പറഞ്ഞു, ഒരു കുഞ്ഞു സീനേ ഉള്ളു, അതും പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് ആ സീൻ വന്നിട്ട് പ്രശ്നമൊന്നുമില്ല. എന്ന് വെച്ചാൽ ചെറിയ സീനാന്ന് ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞു. പക്ഷെ അത് ആസിഫ് അലിൻ്റെ കൂടെ, അപ്പം നായകൻ്റെ കൂടെ ആയതുകൊണ്ട് അത് മാറ്റില്ല, ഞാൻ പറയാ. അപ്പം എല്ലാവരും ചോദിച്ചു ഡയലോഗ് ഉണ്ടോ? ഡയലോഗും ഉണ്ട്. അപ്പം മാറ്റില്ല, അപ്പം മാറ്റില്ല ചേച്ചി എന്ന് പിള്ളേർ ഒക്കെ പറഞ്ഞു. മക്കളും മറ്റേ മക്കളുടെ കൂട്ടുകാരും എല്ലാവരും സിനിമ കാണാനായിട്ടുള്ള ഇതിൽ അങ്ങനെ എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ നാടക കൂട്ടായ്മക്കാർ എല്ലാവരും തയ്യാറായിരുന്നു. എല്ലാവരും അപ്പോൾ തന്നെ ബുക്ക് ചെയ്യുക. ഗ്രൂപ്പൊക്കെ ഉണ്ടല്ലോ, എല്ലാത്തിലും ടിക്കറ്റ് ഇങ്ങനെ എടുത്ത് ഇടുവാണ്. ഞങ്ങൾ പോണ്, ഞങ്ങൾ ബുക്ക് ചെയ്തു, ഞങ്ങൾ നാളെ പോകും, ഞങ്ങൾ മറ്റേന്നാ പോകും. ഇങ്ങനെ ഓരോ കമൻ്റൊക്കെ ഈ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ വന്നുകൊണ്ടിരിക്കുക. പക്ഷേ പകുതിയും കഴിഞ്ഞ് മുക്കാൽ ഭാഗമായപ്പോൾ ആക്സിഡൻറ്റ് പറ്റുന്ന ബാഗ് ഇട്ട് വരുന്നുണ്ട്. എൻ്റെ അടുത്ത് അങ്ങനെയല്ല വന്നത്. പിന്നെ സിനിമ തീരാൻ പോവുകയാണ്. അപ്പോൾ പിന്നെയുള്ള സീനൊന്നും ഞാൻ കണ്ടില്ല. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അത് ആസ്വദിക്കാൻ പറ്റില്ല. രണ്ടാമത് കണ്ടിട്ടാണ് സിനിമ ശരിക്കും ആസ്വദിച്ചത്. എന്ന് വെച്ചാൽ ഇതിങ്ങനെ പെട്ടെന്ന് ആ ബാഗ് ഇട്ടുകൊണ്ട് വന്നപ്പം പിന്നെ ബാഗ് മാറ്റി പിന്നെ എൻ്റെ അടുത്ത് വന്നത് ബാഗൊന്നുമില്ല, നല്ല ഇതിലാണ്. അപ്പോൾ ഒരു ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞപ്പോൾ ഞാൻ കൂട്ടുകാരത്തിൻ്റെ അടുത്തിരുന്ന് ചോദിച്ചു, നീ കാണിക്കാതെ വരുമോ? അത് നമുക്ക് വലിയ സംശയമാണ്. അങ്ങനെ വരില്ലല്ലോ, ഇത്രയും ഇത് കാണിക്കാതെ വരുമോ? പക്ഷേ എഴുതി കാണിച്ചു കഴിഞ്ഞപ്പം അവരൊക്കെ അപ്സെറ്റായി. എന്താ പറയണ്ടെന്ന് അവർക്കൊന്നും വാക്കുകൾ കിട്ടണില്ല, എന്നെ സമാധാനിപ്പിക്കാൻ പറ്റണില്ല. എനിക്കങ്ങോട്ട് ഭയങ്കര ഇതായി. പക്ഷെ അതിനേക്കാൾ ഇരട്ടി സന്തോഷം എനിക്ക് ഇപ്പൊ ഉണ്ട്. അങ്ങനെ എന്താ പറയാ, അങ്ങനെ ഒരാള് ഉണ്ടെന്നും അയാൾക്ക് ഇതേപോലെ ഒരു സിനിമയിൽ അവസരം കൊടുക്കാമെന്ന് പറഞ്ഞ ആസിഫ് അലി നമ്മൾ അതല്ല നമ്മള് ശരിക്കും ഞാൻ ഇന്നലെ എഴുതിയിട്ടിട്ടുണ്ട്. മറ്റേ ചേർത്ത് പിടിക്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഭംഗിയുണ്ടെന്ന്. അത് ഭയങ്കര ഒരു ഇതാണ്. എനിക്ക് അത്ര സന്തോഷം. ആസിഫ് അലി ആ ചേർത്ത് പിടിച്ചപ്പോ അത് നമുക്കും ആ ഒരു ഫീൽ ഉണ്ടാവും. കാരണം അദ്ദേഹം അത്രയും വിളിച്ചപ്പം തന്നെ, അതായത് അന്ന് ഫോട്ടോ എടുക്കാൻ പറ്റാത്തത് ദൈവത്തിന് മനസ്സിലായ പോലെ എനിക്ക് തോന്നി. എന്ന് വെച്ചാൽ ഞാൻ ഓടിച്ചെന്നപ്പോൾ സാറ് പോയിരുന്നു. ഞാൻ പറഞ്ഞെങ്കിൽ ഒരു പക്ഷേ സാറ് ഫോട്ടോ എടുക്കാൻ നിന്നാണ്. എന്നു വെച്ചാൽ ഷൈക്കാൻ്റെ എന്നിട്ടാ പോയാ വളരെ നന്നായി ചെയ്ത് വെച്ചിരുന്നു. അതൊക്കെ കൊണ്ടാണ് ഞാനത് മാറ്റില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം ഇങ്ങനെ അത്ര നമ്മൾ സാധാരണക്കാർ മോള് കണ്ടില്ലേ. അപ്പോൾ സാധാരണക്കാരായ ഒരു വ്യക്തിയെ അങ്ങനെ ചേർത്ത് പിടിക്കാന്ന് പറഞ്ഞാൽ അതൊരു വലിയ മനസ്സാണ്. അപ്പം അതിന് നിന്ന് ആ കൂട്ടം ആ ഒരു സിനിമ ടീം അത്ര ഞാൻ അവരെ അഭിനന്ദിക്കാൻ എന്താ പറയണ്ടേ, എനിക്ക് കണ്ടറിയണ്ട. നമുക്കിപ്പോൾ എന്തായാലും എന്താ പറയാ, ആ ഒരു ഒന്ന് നമുക്ക് ഇങ്ങനെയാണെങ്കിലും മറ്റൊന്ന് നമുക്കത് വളരെ മനോഹരമായിട്ട് നമ്മുടെ ലൈഫിലേക്ക് ഇനി വരാൻ പോവാണ്. ചേച്ചി ഇനി ഒരു പുതിയ സിനിമയിലേക്ക് എന്തായാലും ആസിഫ് അലിൻ്റെ കൂടെ അഭിനയിക്കാൻ പോവാണ്. ഇത്രയും നല്ല കാര്യങ്ങൾ ഇനി നടക്കാൻ പോവാണ്. സോ ഇനി അതിനുള്ള സങ്കടമൊന്നും വേണ്ട, ഇനി സന്തോഷം കൊണ്ടുള്ള കണ്ണീരാണ്. ഇത് സന്തോഷം എന്നെ ചേർത്ത് പിടിച്ചപ്പോൾ ഉണ്ടായി. എനിക്ക് ആ
എന്താ പറയാ, എനിക്ക് ആ സന്തോഷമാണ്. അത് പറയുമ്പോഴും എനിക്ക് കണ്ണു നിറയും. അന്നേരം എനിക്ക് സങ്കടമായിരുന്നു. ഇല്ല ഇപ്പൊ സന്തോഷം തന്നെ. സന്തോഷല്ലേ? ഒരുപാട് സന്തോഷം. സാരമില്ല, എല്ലാം നമുക്ക് എന്താ സന്തോഷം കൊണ്ടാണ് ഇവർ രണ്ടുപേരും ഇപ്പൊ കണ്ണു നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തിയേറ്ററിൽ ഇപ്പം ചേട്ടൻ ഉണ്ടായിരുന്നോ കൂടെ വന്നപ്പോ? അത് ഇങ്ങനെ സിനിമ കാണാൻ ഞാൻ പിന്നെ കാണാം. അപ്പൊ വെറുതെ ആണെങ്കിൽ ഇങ്ങനെ പറഞ്ഞു ആരൊക്കെ ഉണ്ടാകുമോ ഇല്ലെന്ന്. ആ പുള്ളിക്ക് ആ ഒരു വിഷമം ഉണ്ടായിരുന്നു, അതറിയില്ലായിരുന്നു. അപ്പൊ വന്നിരുന്നെങ്കിൽ ഭയങ്കര വിഷമായി പോയാലും. അപ്പൊ വരാഞ്ഞ നന്നായെന്ന് പിന്നീട് എനിക്ക് ഓർത്തു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പിന്നെ പൊക്കോളാം, കുറച്ചു പേരും കൂടി പോകാനുണ്ടായിരുന്നു. അത്തൂനൊക്കെ അന്നേരം ടിക്കറ്റ് കിട്ടാതെ അങ്ങനെ അപ്പൊ അങ്ങനെ വന്ന് അപ്പൊ എന്നോട് പറഞ്ഞു പിന്നെ പോവാന്ന് പറഞ്ഞു. അപ്പൊ അന്ന് ശരിക്കും നിമിത്തം പോലെ വന്നില്ല. എന്തായാലും നല്ലൊരു സന്തോഷം. ഇതേപോലെ ഭാര്യയെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും വളരെ നല്ല കുറവാണ്, വളരെ കുറവാണ്. ഒരു നാടകത്തിൽ പോലും ഇങ്ങനെ അഭിനയിക്കാൻ വിടാത്തവർ ഒരുപാടുണ്ട്. അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹസ്ബൻഡിനെയാണ് ചേച്ചി. അതെ അതെ അതെ, അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ആകാൻ പറ്റും. ചേട്ടന് എങ്ങനെ അഭിനയിക്കാനൊക്കെ താല്പര്യം ഉണ്ടോ? ഒന്നും അറിയില്ല, പക്ഷെ സപ്പോർട്ട് ഉണ്ട്. സപ്പോർട്ട് ചെയ്യുന്ന നല്ല കട്ട സപ്പോർട്ടാണ്. അതെ, അത്രയുണ്ട്. ഓക്കെ, ചേട്ടൻ എന്താ ചെയ്യുന്നേ? മത്സ്യത്തൊഴിലാളി, കക്ക തൊഴിലാളിയാണല്ലേ? ഓ, ഇപ്പൊ മീനില്ലാത്തോണ്ട് ഈ കക്ക പിടിക്കണ ഞാൻ പറഞ്ഞില്ല, എല്ലാവരും ഇപ്പൊ കക്ക വലയൊക്കെ ഇട്ടേക്കുവാ. മീനില്ലല്ലോ. ഓ, മീനില്ലെങ്കിൽ നമ്മള് കക്കയുണ്ട്. അപ്പൊ എല്ലാവരും ഇവിടെ കക്ക അതൊക്കെ ആൾക്കാര് പോകുന്ന. ചേച്ചി ഇപ്പം അഭിനയിക്കണം എന്ന് പറഞ്ഞു വന്നല്ലോ, അപ്പം ആ സമയത്ത് ചേട്ടൻ എന്താ തോന്നിയേ? ആളെ കൊണ്ട് പറ്റുമോ? സിനിമയിലേക്കൊക്കെ അഭിനയിക്കാൻ പോവാണ്, അപ്പോ എന്ത് തോന്നി? നാടകത്തിൽ പോയപ്പോഴത്തെ തന്നെ അതിന് പറ്റുമെന്നുള്ളത് തെളിഞ്ഞു. പിന്നെ നാടകത്തിൽ പോണവർക്ക് പിന്നെ സിനിമയിൽ പോണതിൽ വലിയ കുഴപ്പമില്ലെന്നുള്ളത് തെളിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സുലേഖയും കൂട്ടരും അടുക്കളയിൽ നിന്ന് അരങ്ങിലേക്ക് എന്നുള്ളൊരു കട്ടിങ്സ്, അതൊക്കെ കണ്ടപ്പോ എന്തെങ്കിലും തോന്നിയത്? കുഴപ്പമില്ലെന്ന് തോന്നി. അവരെല്ലാം നല്ല ഇതായിട്ട് എല്ലാവരും നല്ലതായിട്ടൊക്കെ തോന്നുന്നു. നമ്മളെന്തായാലും കട്ട സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി എല്ലാം സുലേഖ ചേച്ചി ചെയ്യുന്നുണ്ട്. സുലേഖ ചേച്ചിയിൽ അത്രയും വിശ്വാസമാണ്. സുലേഖ ചേച്ചി എന്തായാലും നന്നായി തന്നെ അഭിനയിക്കും എന്ന് ചേട്ടന് ഉറപ്പാണ്. ഓക്കെ, ഇനിയിപ്പോ അടുത്ത സുലേഖ ചേച്ചിന്റെ സിനിമ കാണാൻ രണ്ടുപേരും വെയിറ്റ് ചെയ്യല്ലേ? എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ആ ചിത്രീകരണം തുടങ്ങട്ടെ എന്നൊക്കെ പറയാം. എന്തായാലും ചേച്ചിയുടെ ആ ഒരു ആദ്യത്തെ ഒരു സങ്കടവും അത് കഴിഞ്ഞിട്ടുള്ള ഇപ്പോഴത്തെ സന്തോഷവും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ആളുകളുണ്ടാവും. ഇതുപോലെ ഇപ്പം പല താരങ്ങളും മുൻപ് ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്, ആദ്യത്തെ സിനിമയിൽ ചിലപ്പോൾ 1-2 സീൻ അപ്പോൾ ആ ഭാഗത്ത് ഇല്ലാണ്ടായപ്പോൾ അവർ മാറി നിന്ന് കരഞ്ഞതും അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് പല താരങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും ആർക്കും ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ലല്ലേ? അങ്ങനെ ഒരു ഭാഗ്യം അറിയാതെ സംഭവിച്ചത് അവിടെ നടന്നതേ. ഞാൻ അറിയുന്നില്ല ആസിഫിൽ ഈ സാറ് ഞാൻ കരയണ കാണുന്നുണ്ടെന്ന് ഒന്നും അറിയുന്നില്ല. അപ്പോൾ സാറ് ഇങ്ങനെ നടന്നു വന്ന് എല്ലാവരും പിടിച്ച് വന്നപ്പം കൂട്ടുകാരത്തെ പറഞ്ഞത് പിന്നെ ദേ ഐശ്വര്യ ആസിഫൊക്കെ വരുന്നതി നീരുന്ന് കരയല്ലേ, എഴുന്നേക്ക് എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് എഴുന്നേക്കാൻ സീറ്റൊന്നും എഴുന്നേറ്റിട്ടില്ല. എല്ലാവരും എഴുന്നേറ്റ് ഒച്ചപ്പാടും ബഹളമൊക്കെ ആണെങ്കിലും ഞാനതൊന്നും അറിയുന്നില്ല. ഞാൻ അങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കുമ്പിട്ടിരിക്കുക, ആരും കാണരുതെന്നുണ്ട്. അപ്പം അങ്ങനെ എഴുന്നേറ്റ് വന്നപ്പോൾ ഞാൻ വേഗം കയ്യൊക്കെ പിടിച്ചു, ഇങ്ങനെ എഴുന്നേറ്റ് കയ്യെ പിടിച്ചു. അപ്പോൾ പുള്ളി ഇങ്ങനെ വെച്ചപ്പോൾ ഇങ്ങനെ വേഗം ഞാൻ കരയണുണ്ട്. പുള്ളി പെട്ടെന്ന് സിനിമ ഉണ്ട് അങ്ങനെ പിടിച്ച് അപ്പുറത്തേക്ക് തിരിഞ്ഞ് എല്ലാവരും പിടിച്ചു പോയി. പിന്നെ ചോദിച്ചു കാണും. അപ്പം പിന്നെ ഈ യൂട്യൂബർമാർ പൊതിഞ്ഞു എന്താ. അപ്പം ഞാൻ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ എത്ര പേരുടെ ഇതാണ് ഞാൻ കണ്ടതല്ലേ. അപ്പം അതിനൊന്നും വരരുത്, നല്ല സിനിമയല്ലേ. അതുകൊണ്ട് ഞാൻ ഒന്നും കൂട്ടുകാരത്തോടും അവരെല്ലാവരോടും ഞാൻ പറഞ്ഞു ഒന്നും പറയരുത്, ആരും ഒന്നും പറയരുത്. എന്താ നമുക്കറിയില്ല, അത് സിനിമയല്ലേ, നമുക്ക് അങ്ങനെ ഒന്നും പറഞ്ഞില്ല. പക്ഷെ അത് അവർ മനസ്സിലാക്കി, അത് കണ്ടറിഞ്ഞ് മനസ്സിലാക്കി. അതെ അതെ അതെ, തീർച്ചയായും എനിക്കതിൽ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല, അത്ര സന്തോഷമുണ്ട്. ഇനിയിപ്പോൾ ഏതെങ്കിലും സിനിമയിലൊക്കെ വരാനുണ്ടോ? ആ ഒരു പൈങ്കിളി എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഉണ്ടല്ലേ? അത് ആരുടെ? സജിൻ പിന്നെ അനശ്വര. അതില് എങ്ങനെയാ റോളൊക്കെ എങ്ങനെയായിട്ട് വരും? അതില് നമ്മുടെ സലിംകുമാറിന്റെ മകൻ ചന്തു ഇല്ലേ, ചന്തുവിന്റെ മമ്മിയായിട്ട്. അടിപൊളി. എങ്ങനെയായിരുന്നു അപ്പൊ അതിലേക്കുള്ള ഒരു എൻട്രി?
അത് ഓഡീഷൻ, ഈ നാടകക്കാർക്ക് ഓഡീഷനുള്ള ഇത് വന്നു. അപ്പൊ അങ്ങനെ ഓഡീഷന് പോയി കിട്ടിയതാ. അതെ അല്ലേ? ആലുവയിൽ വെച്ചായിരുന്നു ഓഡീഷൻ. അതിന് പോയിട്ട് സെലക്ട് ആയതാ. അപ്പൊ എന്തായാലും ആ ഒരു സന്തോഷം കൂടി ഇനി വരാനുണ്ട്. അടുത്തൊരു സിനിമയും കൂടി നമുക്ക് ഇറങ്ങാനുണ്ട്. അപ്പൊ ഇനി പൈങ്കിളി സിനിമയിലും കൂടി നമുക്ക് ചേച്ചീനെ കാണാം. അതില് നല്ലൊരു വേഷത്തില് ചേച്ചി എത്തുന്നുണ്ട് അല്ലേ ചേച്ചി? ചെറിയ ചെറിയ ഇതാണ്. എല്ലാരും കൂടി നമ്മൾ സിനിമ കാണാൻ പോകും അല്ലേ ഈ പ്രാവശ്യം? പിന്നെ എല്ലാരും കൂട്ടി നമ്മൾ പോവും. പിന്നെ ശരിക്കും പറഞ്ഞ ഇനി കണ്ടിട്ട് ആൾക്കാരെ കൊണ്ടുപോകും. അല്ല ഇനിയിപ്പോ എന്തായാലും നമ്മൾ എന്തായാലും എല്ലാരും കൂട്ടിട്ട് നമ്മൾ പോകുന്നു. നമ്മൾക്ക് ആ ഒരു വിശ്വാസമുണ്ട്. ഇനി വിശ്വാസമുണ്ട്. അതെ. അപ്പൊ ഇനിയിപ്പോ ധൈര്യമായിട്ട് വിളിച്ചോണ്ട് പോവാല്ലോ.